വളരെ സീരിയസ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഒരാളെ എവിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നെവിൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് തുടരെ തുടരെ ബിഗ് ബോസിനെ അറിയിക്കുന്നുണ്ട്, ബിഗ് ബോസിനോട് പറയുന്നുമുണ്ട്. അപ്പോൾ ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലായി കാണും. നെവിന് അനുമോളോട് എന്താണ് ഇത്ര വൈരാഗ്യം, എന്തിനാണ് ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നത്, അതുപോലെ തന്നെ അനുമോളെ പച്ചയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ടും ഒക്കെ ഇങ്ങനെ പരാതികളും പ്രശ്നങ്ങളും പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവരെല്ലാവരും വരുന്ന സമയത്ത് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 മാസം മുന്നേ എങ്കിലും പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും പലരും ഇതേണക്ക് ഇന്ന ആളുണ്ട് അത്തരത്തിൽ എല്ലാ സീസണിലും വന്നുകൊണ്ടിരുന്ന ഒരു പേരായിരുന്നു അനുമോളിൻ്റെത്. അതേപോലെ അനുമോളിനെ പോലെ കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇപ്പം ഷാനവാസ് ഷാനു അങ്ങനെയൊക്കെയുള്ള പേരുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തായാലും ബിഗ് ബോസിനകത്ത് വരും എന്നറിയുമ്പോൾ ബാക്കി 1-2 വലിയ ഫേമസ് ഒന്നും അല്ലാത്ത എന്നാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ബിഗ് ബോസിലേക്ക് വരുന്ന വലിയ പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും ആർക്കും അധികം അറിയാത്തവർ ഈ പറയുന്ന വ്യക്തികളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം എല്ലാം പോയി ചെക്ക് ചെയ്തിട്ട് ഇന്ന ആൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലേ, അവർക്ക് പോയി ഫോളോ റിക്വസ്റ്റ് അയക്കുകയും അവരോടൊക്കെ മിണ്ടി കൂട്ടുകൂടി പരിചയപ്പെട്ട് വെക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും. അതൊരു നോർമൽ സംഭവമായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ യൂഷ്വലി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തില് അനുമോളെ ഇതേ കണക്ക് തന്നെ റിക്വസ്റ്റ് ഒക്കെ അയച്ച് അല്ലെങ്കിൽ ഫോളോ ഒക്കെ ചെയ്തു. പക്ഷെ അനുമോള് തിരിച്ച് നെവിനെ ഫോളോ ചെയ്തില്ല. ഈ ഒരു സംസാരം ഒരു ദിവസം ഉച്ചയ്ക്ക് ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അക്ബറും സരികയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസം ഈ സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അനുമോളോട് നെവിനെ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് നീ എൻ്റെ പ്രൊഫൈൽ മുഴുവൻ അരിച്ചു പറക്കിയിട്ടൊന്നും നിങ്ങൾ എന്താ എന്നെ തിരിച്ച് ഫോളോ ചെയ്യാഞ്ഞേ എന്നൊക്കെ നെവിൻ ചോദിക്കുന്നുണ്ട്. അതൊരു ചൈൽഡിഷ് ആയിട്ട് ചോദിച്ചതായിട്ട് കണ്ടാൽ മതി. പക്ഷേ അതിന് അനുമോള് പറയുന്നത്, എനിക്ക് പരിചയമില്ലാത്ത ആരെയും ഞാൻ അങ്ങനെ തിരിച്ച് ഫോളോ ചെയ്യാറില്ല, അതുമാത്രമല്ല എനിക്കത് കണ്ടപ്പോൾ കുറേ അധികം ബോറായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ ഇങ്ങനെ അനുമോള് അതും തമാശയായിട്ടാണ് പറയുന്നത്. അതൊക്കെ ഒരു തമാശയായിട്ട് അവരത് പറഞ്ഞിരുന്നു. ശേഷം ജിസേലിനെ ടാർഗറ്റ് ചെയ്ത് പലതവണ അനുമോള് കളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ജിസേലിന്റെ പല പ്രശ്നങ്ങളും അവിടെ തുറന്ന് പറയുന്ന സമയത്ത് ഇതേ പ്രശ്നങ്ങളൊക്കെ ജിസേലിനെ അഡ്രസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും നെവിനും അവിടെ ചെയ്യുന്നുണ്ട്. അതായത് നിയമലംഘനം. ജിസേല് പലതും ഒളിപ്പിച്ചു വെച്ച് ഉപയോഗിക്കുന്നു, ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഉപയോഗിക്കുന്നു. നെവിൻ ഫുഡ് ഐറ്റംസ് പലയിടത്തുനിന്നും എടുത്തോണ്ട് പോയി ഒളിച്ചിരുന്ന് കഴിക്കുന്നു. ഈവൻ ക്യാമറയെ പോലും പറ്റിച്ചുകൊണ്ട് നെവിൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ജിസേലിനെ മാത്രമാണ് അനുമോൾ ഇതെല്ലാം പറയുന്നത്. നെവിനെ വളരെ തമാശ രൂപേണയാണ് അനുമോൾ പറഞ്ഞിരുന്നത്. അന്ന് ആ സമയം തൊട്ടേ നെവിന് ഈ അനുമോളോട് കുറച്ച് ദേഷ്യം കാണിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ ജിസേലിനോടുള്ള ഒരു അമിതമായ സ്നേഹം നെവിനുണ്ട്. അതൊരു പക്ഷേ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് നെവിൻ. ജിസേൽ ഒരു മോഡലാണ്. പിന്നെ പുറത്ത് ജിസേലിനുണ്ടാകുന്ന പ്രിവിലേജ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പലരും ജിസേലിന്റെ കൂടെ കൂട്ടുപിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും അവിടെ കഴിഞ്ഞു. അതിനുശേഷം പലതവണയായിട്ട്, അതായത് ഒരു നോമിനേഷന്റെ ഒരു സമയത്ത് അനുമോള് ജിസേലിനെ അടിച്ചു എന്ന് പറഞ്ഞ ഒരു സീൻ, ആ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ജിസേലിന്റെ തൊട്ടടുത്തിരുന്നത് നെവിനാണ്. നെവിൻ വളരെ വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് അനുമോൾ അടിച്ചിട്ടില്ല, അന്ന് ആ ദിവസം അടിച്ചിട്ടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയും മാറ്റിയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും വിരൽ ചൂണ്ടിയ ആ കൈ ജിസേലാണ് തള്ളി മാറ്റുന്നത്. ഇതൊക്കെ നെവിൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നെവിൻ ഒരു എക്സ്പ്രഷനും ഇടാതെ അടങ്ങി ഒതുങ്ങി ജിസേലിന്റെ അടുത്തിരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പൂർണ്ണമായിട്ടും അനുമോളെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് നെവിൻ. ഓക്കെ, ഇനി ഈ 3 കാര്യങ്ങളൊക്കെ പ്രീവിയസ് സ്റ്റോറീസ് ആണെങ്കിൽ ഇന്നത്തെ മറ്റൊരു സ്റ്റോറിയിലേക്ക് വരാം. ഇന്ന് കിച്ചൺ സൈഡിൽ ഇന്നത്തെ ദിവസം അനുമോള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. തുടക്കം തൊട്ടേ ഇന്ന് ഫുഡൊന്നും കഴിക്കാതെ കിച്ചണിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു. ശേഷം കിച്ചണിൽ കയറി ആ ഒരു വെസൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അവസാനം വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും അനുമോള് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു. പക്ഷേ നെവിൻ അവിടെ ഇപ്പോൾ സ്വേച്ഛാധിപതിയായിട്ട് നിൽക്കെ തന്നെ നെവിൻ, ജിസേല്, റെന ഫാത്തിമ, ഷാനവാസ് ഷാനു ഇത്രയും പേര് നിൽക്കെ ഒരു സംസാരം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള അനുമോൾക്ക് ഇത്ര അഹങ്കാരം എന്തിനാണ്, 1.5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ജിസേലിന് അത്രക്കില്ലല്ലോ എന്ന് നമ്മുടെ നെവിൻ അവിടെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ റെന ഫാത്തിമ പറയുന്നുണ്ട്, ഓർഗാനിക് ഫോളോവേഴ്സ് എന്ന് പറയണം. അതായത് ജിസേലിന് 1.5 അത് ഓർഗാനിക് ആണ്, അനുമോളിൻ്റെ അത് ഒരുമാതിരി ബോട്ട് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്, അതായത് അതൊരു AI ജനറേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അവർ സംസാരിച്ചിട്ടില്ല. പകരം അവർ പറഞ്ഞത് ഇത്രയും വാക്കുകൾ മാത്രമാണ്. അപ്പം ഇത് കേട്ടിട്ട് ജിസേൽ ഉടനെ ചുമ്മാ അങ്ങനെ ഒരു നൈസായിട്ട് അതിനെ തമാശ രൂപേണ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ
കേട്ടോണ്ട് നിൽക്കുന്ന ഇവിടെ 3 പേരുടെയും ഈ ഡിസ്കഷൻസ് കേട്ടോണ്ട് നിൽക്കുന്ന ഷാനവാസ് പറയുന്നുണ്ട്, വളരെ റൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. നിങ്ങളൊക്കെ ഈ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ വെച്ചിട്ടാണോ ഇതൊക്കെ വിലയിരുത്തുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ വലിയ സെലിബ്രിറ്റീസ് അല്ലാതെ വന്നിട്ടുള്ള റെന ഫാത്തിമ, നെവിൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ഈവൻ ഒനീൽ സാബു, ഇവരെല്ലാവരും ഈ ഒരു കാറ്റഗറിയിലേ വരും. അവരൊക്കെ ശരിക്കും പറഞ്ഞ അനുമോള്, ജിസേല് ആർക്കാണ് കൂടുതൽ പുറത്ത് ഈ ഒരു ഹൈപ്പ് ഉള്ളത് എന്നേ ചിന്തിക്കും. ഇപ്പൊ അപ്പാനി ശരത്തിന് വന്ന സമയത്ത് എല്ലാവരും ഒരു റെസ്പെക്ട് ഒക്കെ കൊടുത്തായിരുന്നു അപ്പാനിയോട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അപ്പാനി ഒരു സിനിമാ നടനാണ്, ഒരുപാട് പേർക്ക് അപ്പാനിയെ അറിയാം, അപ്പാനിക്ക് പുറത്ത് ഭയങ്കര പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് എന്നൊക്കെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പിന്നെ കൂടുതലും ഇപ്പൊ ഈ ഷാനവാസ് ചോദിച്ചതുപോലെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് വെച്ചിട്ടാണോ സത്യം പറഞ്ഞാൽ ഈ ഒരു ആരാധകർ അല്ലെങ്കിൽ വോട്ട് കിട്ടും അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് കൂടുതൽ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുക? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നെവിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ഫേമസ് പോലും ആയിരുന്നില്ല, ഒട്ടും ഫേമസ് അല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഫോളോവേഴ്സ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നെവിനെയൊക്കെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുമുണ്ട്. അപ്പൊ പിന്നെ ഈ പറയുന്ന അനുമോളെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അനുമോള് ജിസയിൽ ഇത്രയാണ് ഫോളോവേഴ്സ് അതുകൊണ്ട് അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അനുമോൾക്കൊരു പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് യൂസ് ചെയ്തിട്ട് ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ലൈവ് കാണുന്നവർക്കറിയാം ഏറ്റവും കൂടുതലും ക്യാമറ ഏറ്റവും കൂടുതലും ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അനുമോളടുത്താണ്. അപ്പൊ നിങ്ങളൊക്കെ എന്തിനാണ് അനുമോളുടെ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതലും നമുക്കും റീച്ച് കിട്ടാനാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് അവിടെ തന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ലൈവിൽ കാണുന്ന മുഖവും അനുമോളുടേതാണ്. ഇന്നത്തെ ദിവസം അനുമോൾ ആകെ കൂടി സൈലന്റ് ആയിട്ട് വരുന്നു, പാത്രം കഴുകുന്നു, റൂമിൽ ബെഡിൽ പോയിരിക്കുന്നു, കുറേ നേരം ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് ഉച്ചയൊക്കെ കഴിഞ്ഞ ആ സമയത്ത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ആദിലയും നൂറയും വന്നിട്ട് അനുമോളോട് സംസാരിക്കുന്ന ഒരു സീൻ വരുന്നുണ്ട്. അനുമോൾ കുറേ കാര്യങ്ങൾ സങ്കടപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തനിക്ക് ആരും ഒന്നും കൊണ്ടുതരാനൊന്നുമില്ല, താൻ കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സീനുണ്ട്. ആ സമയത്ത് അവിടെ എല്ലാവരും മറ്റ് ലിവിങ് ഏരിയയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനുമോളും നൂറയും ആദിലയും സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ എടുത്തു കാണിക്കുന്നത്. നൂറയും ആദിലയും അവരെ രണ്ടുപേരും കൂടെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആയ കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട്. സോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ഒരു കണക്കിന് നമുക്ക് എന്താ പറയാൻ പറ്റുക? അനുമോളെയാണ് കൂടുതൽ ബിഗ് ബോസ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ അനുമോളെയാണ് കൂടുതൽ കാണിക്കുന്നത്. അല്ലാതെ ജിസേൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിസേലും ആര്യനും നെവിനും തമ്മിൽ എന്തെങ്കിലും ക്രൂക്കഡായിട്ട് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിൽ അത് വരും. അവർ 3 പേരും കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ കറക്റ്റായിട്ട് കാണിച്ചു തരും. അല്ലാതെ അനുമോൾ എവിടെ പോയി ഇരുന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? സോ അതൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അനുമോൾ തന്നെയാണ്. അപ്പോൾ അനുമോളിനെ എന്തിനാണ് നെവിൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നെവിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമാണ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, നെവിനെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നെവിൻ ഒരു നല്ല മത്സരാർത്ഥിയാണോ അതോ കാണിക്കുന്നതൊക്കെ ഇപ്പൊ പണിപ്പുര ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നെവിൻ കുറെ കൂടെ ഒന്ന് ബെറ്റർ ആവുകയാണെങ്കിൽ, അതായത് കുറച്ചൊരു സീരിയസ്നെസ്സും കുറച്ചും കൂടെ ക്ലെവറായിട്ട് കളിച്ചാൽ ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ അനീഷ് കയറി ഒരു ഗോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും കണ്ടറിയാം. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.